3 ലക്ഷം നമ്മൾ ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 3 ലക്ഷം കുറച്ച് കൊടുക്കും. ഇനിയിപ്പോ ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കും. എന്തായാലും ചെറിയ മോഡൽ ഇപ്പൊ ഫുൾ ഓൺ തന്നെ കയറൂല. എത്രയാണ് ഈ റെഡ്സിന് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ചോദിക്കുന്നത്? 3,90,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3,90,000 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണൊക്കെ നമുക്ക് അത്യാവശ്യം ഇത് നമ്മള് 5,90,000 ചോദിക്കുന്നുണ്ട്. 5,90,000 പ്ലസ് കൊടുക്കും. അതും ചെയ്തോണ്ട് വിലയാണ് ഹൈലൈറ്റില്ല. വില നമുക്ക് 7 ലക്ഷം റുപ്യ കൊടുക്കും. 7 ലക്ഷം റുപ്യക്ക് ഓടി Q5 ഒറിജിനൽ കേരള വണ്ടിയാണ് കൊടുക്കുക. അതും 11-12 രജിസ്ട്രേഷൻ വണ്ടി. 2013 മോഡൽ. 13 മോഡൽ 9 ലക്ഷം റുപ്യക്ക് ബെൻസൺ കൊടുക്കുക. A180 2 ലക്ഷം ചോദിക്കുന്നുണ്ട്, കുറച്ച് 2 ലക്ഷം വെച്ചാൽ കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് സ്റ്റേറ്റ് ഫിനാൻസ് കയറും. അത് നമുക്ക് മാക്സിമം നമ്മൾ ടെസ്റ്റ് നമ്മൾ ചോദിക്കുന്നുണ്ട്. 3,40,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3,40,000 അതിൽ കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണും ചെയ്ത് കൊടുക്കാം. നമ്മള് 5,90,000 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 5,90,000 കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു 2-3-4 മാസത്തിന് ശേഷം വീണ്ടും മലപ്പുറം പുത്തനത്താണിന്ന് തിരു റോഡ് കയറിയിട്ടുള്ള ഗോൾഡൻ കാർസിലെ കൊണ്ടെത്തിയിട്ടുണ്ട്. കണ്ടമാനം വണ്ടികൾ കയറിയിരിക്കുന്നു. ചെറുവണ്ടികളുണ്ട്, അതേമാതിരി തന്നെ ലക്ഷറി വണ്ടികൾ മെയിൻ ആയിട്ടുള്ളത്. ഇതേമാതിരി 4x4 ഓട്ടോമാറ്റിക് തറകളൊക്കെ ഏകദേശം 1 ലക്ഷം 1.5 ലക്ഷം മുടക്കം പറ്റില്ല കിണ്ണം കാശ് ഉണ്ടാവും കേട്ടോ. അതായത് ക്രെറ്റകളുണ്ട്. ഇനിയിപ്പോ അതല്ല ലക്ഷറിക്ക് പോകുകയാണെങ്കിൽ പോർഷ കാര്യങ്ങള്, ബെൻസ്, BM അങ്ങനെ കുറെ വണ്ടികളുണ്ട്. ഒക്കെ ചെറിയ മുടക്കം ഏകദേശം 10 ലക്ഷത്തിനുള്ളിലാണ് ബെൻസുകളും BM-കളൊക്കെ വരുന്നത്. മേജർ ആക്സിഡന്റ് പ്രോട്ടീനൊക്കെ ഫുൾ കയറുന്ന അടിപൊളി ഷോറൂമാണ്. മലപ്പുറം ജില്ലയിലാണ്. പുത്തനത്താണിന്ന് തിരു റോഡ് കയറിയിട്ടാണ് ഗോൾഡൻ കാർസ് വരുന്നത്. ഗൂഗിൾ അടിച്ചാൽ കിട്ടും. ഇനി അതല്ല 1-2 നമ്പർ ഉണ്ട്, നമ്പറിൽ വിളിച്ചാൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം. പിന്നെ ചെറുവണ്ടികൾ പറയുന്നത് റിഡ്സുകളൊക്കെ ഓട്ടോമാറ്റിക് റിഡ്സുകളുണ്ട്, ഫുൾ ഓൺ കൊടുക്കാൻ പറ്റും. സെലറിയൽ ഓട്ടോമാറ്റിക് ഉണ്ട്. ഇനിയിപ്പോ അതല്ല ഫോർച്യൂണറൊക്കെ ലെജൻഡർക്ക് കൺവേർട്ട് ചെയ്ത വണ്ടികൾ കണ്ടമാനുണ്ട് കേട്ടോ. ഒക്കെ നമുക്ക് വീഡിയോയിലാണ് കാണാം. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണാൻ ശ്രമിക്കാം. നമ്മളെ ചാനൽ കണ്ടി മറക്കാം, സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ നമുക്ക് കണ്ടപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. സിനാലോ നല്ല അടിപൊളി ഓഫറിലാണ് ചെറുവണ്ടികൾ പറയണ്ടേ. ചെറുതുണ്ട്, ലക്ഷറി വണ്ടികൾ പറയണ്ടല്ലോ അല്ലേ. ഓട്ടോമാറ്റിക് റിഡ്സ് ആണ്. കേരളത്തിൽ എവിടെ കാണാത്ത മോഡൽ വണ്ടില്ലേ? 2014 മോഡൽ. 14 മോഡൽ ഓട്ടോമാറ്റിക് റിഡ്സ്. ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? ഒറിജിനൽ കേരള വണ്ടി ഉണ്ടല്ലേ? ഓട്ടോമാറ്റിക് റിഡ്സ് ആണ്. അതും പെട്രോൾ വണ്ടിയിലെ പെട്രോൾ ഓട്ടോമാറ്റിക്. 3rd ഓണർഷിപ്പ്. 3ാമത്തെ ഓണർഷിപ്പാണ് നിലവിലുള്ളത്. 90,000 കിലോമീറ്റർ നിലവിൽ ഓടിക്കണ്ടല്ലേ. അലവില് കാര്യങ്ങളെ കഷ്ടം ചെയ്തോണ്ടില്ല. ടയറ് കാര്യങ്ങൾ അതുണ്ട്. ഇതേത് ഓപ്ഷൻ വരണ്ടേ? VXI ഓട്ടോമാറ്റിക്കില. എത്ര ഓടിക്കണെന്നാല്? 90,000 ഓടിയിട്ടുള്ളൂ. 3ാമത്തെ ഓണർഷിപ്പാണ്. ഒറിജിനൽ കേരള തന്നെയാണല്ലോ അല്ലേ? നമ്പറായി ഉണ്ടല്ലോ. ധൈര്യമായിട്ട് പറഞ്ഞിട്ടൊക്കെ കൊടുക്കാം. അഡീഷണൽ അലവില് കാര്യങ്ങൾ അത് ചെയ്തു. റീപ്ലേസ് ഒന്നുമില്ല. ഗ്യാരണ്ടി ആണല്ലേ? അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ റെഡ്സിന് നമ്മൾ ഓട്ടോമാറ്റിക് നമ്മൾ ചോദിക്കുന്നത്? 3,90,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3,90,000 ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണൊക്കെ നമുക്ക് അത്യാവശ്യം മാക്സിമം ചെയ്തൊക്കെ ചിലപ്പോ ഫുള്ളൊക്കെ അല്ലെങ്കിൽ 10,20,000 മുടക്കിൽ ഓട്ടോമാറ്റിക് റെഡ്സ് കൊടുക്കുക. എത്ര മൈലേജിന് പെട്രോൾ ആകുമ്പോ? നമുക്ക് 15 മാക്സിമം മൈലേജ് കിട്ടും. ഗിയർ വരെ മാറാതെ ആണാക്കും പെണ്ണാക്കും പറ്റും. അതാറുണ്ട്. അതേമാതിരി തന്നെ നിസാന്റെ മൈക്ര ആണല്ലോ. മൈക്ര 2012 നമ്പറായ 2012 മോഡല് കേരള നമ്പറായി ഉണ്ടല്ലേ? കേരള 65 തിരൂരങ്ങാടിയാണല്ലേ? അഡീഷണൽ അലവില് കാര്യങ്ങളൊക്കെ ചെയ്ത് ചുരുക്കാക്കി ഉണ്ട്. ടയർ കാര്യങ്ങളൊക്കെ ഫുൾ കട്ട് ടയറും ഉണ്ടല്ലേ? എല്ലാം കൊണ്ടും ഉഷാറല്ലേ? ഇതേത് ഓപ്ഷൻ വരുന്നാല്? ഇത് ഫുൾ ഓപ്ഷൻ ബട്ടൺ സ്റ്റാർട്ട് ഒക്കെ വരുന്ന ഓപ്ഷൻ. ഫുൾ ഓപ്ഷൻ വണ്ടിയാണ്. ബട്ടൺ സ്റ്റാർട്ടിങ്, കീല സെന്റർ എല്ലാം വരും. AC ബസ് സ്റ്റാൻഡിങ്, 4 ഡോർ വിൻഡോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ്. സ്ക്രീന് കാര്യങ്ങൾ അതും ചെയ്തോ? എന്നാ റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മാറിക്കണോ? വേറെ മേജർ കാര്യങ്ങള് അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കും. ടയറ് കാര്യങ്ങൾ അലവിലൊക്കെ ഉള്ളതുകൊണ്ടില്ല. ഓ, എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ നിസാൻ മൈക്രോ എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? 2 ലക്ഷം ചോദിക്കുന്നുണ്ട്, 2 ലക്ഷം വെച്ചാൽ കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ഫിനാൻസ് കയറും. അത് നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ആൾക്കാരും പറ്റല്ലേ? എന്നാലും 20 മേലെ ഡീസലിന് മൈലേജ് കിട്ടൂലേ? ധൈര്യം പറഞ്ഞു ചെയ്യാം. അതേമാതിരി തന്നെ സെലേറിയാണല്ലോ. 2015 VXI ഓട്ടോമാറ്റിക്. ഓട്ടോമാറ്റിക് ആണ്. സെലേറിയ ഓട്ടോമാറ്റിക് ആണ്. 15 മോഡലാണ്. അത്യാവശ്യം വൃത്തിലുണ്ടല്ല. 2nd ഓണർഷിപ്പ് നിലവിലായിട്ടുള്ളൂ അല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. ഓട്ടോമാറ്റിക് സെലറിയല്ല. സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ അല്ലേ?
എന്നാ കമ്പനി സർവീസ് ഉണ്ടോ? സർവീസ് ഹിസ്റ്ററി ഉണ്ട്, ഫുള്ള് ഷോറൂം. സർവീസ് ഹിസ്റ്ററി കാര്യങ്ങള് ഷോറൂം സർവീസ് ഒക്കെ ഉള്ളതുണ്ടല്ലേ. ഓട്ടോമാറ്റിക് ആണ്, ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് അല്ലേ. ആണുങ്ങൾക്കും പറ്റും പെണ്ണുങ്ങൾക്കും പറ്റും വണ്ടില്ലേ. അതെ അതെ. എടുക്കുന്നവർക്ക് പണികളൊന്നും ചെല്ലോ? ഒന്നുമില്ല, ഒരു പണിയില്ല. വേറെ കാര്യങ്ങൾ അതും ഉണ്ടല്ലോ. എന്നാ അങ്ങനൊക്കെയാണ് ഈ ഓട്ടോമാറ്റിക് സാലറി എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? 3 ലക്ഷം നമ്മൾ ചോദിക്കുന്നുണ്ട്, കുറച്ച് കൊടുക്കാം. 3 ലക്ഷം കുറച്ച് കൊടുക്കും. ഇനിയിപ്പോ ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. മാക്സിമം ചെയ്ത് കൊടുക്കും. എന്തായാലും ചെറിയ പണം ഇപ്പൊ ഫുൾ ഓൺ തന്നെ കയറൂല. പ്രൊഫൈൽ ഉഷാറാണ്. മാക്സിമം സാലറി ഓട്ടോമാറ്റിക് കൊടുക്കുക. ഏത് വണ്ടിക്ക് ആൾക്കാർ വിളിച്ചിട്ടല്ലേ? വിളിച്ചോട്ടെ. അതേമാതിരി തന്നെ അടിപൊളി ബ്രസ് ഉണ്ടല്ലോ. ബ്രസ് 2016 വീഡിയോ ഉണ്ട്. 16 മോള് വീഡിയോ ആണ്. റേഞ്ച് റോവർ നിൽക്കുന്നവരെ നിൽക്കുന്നുണ്ടല്ലേ. ഡാൽട്ടോൺ കളർ വരുന്നുണ്ടല്ലേ. ചെയ്തോണ്ടാണല്ലേ വീഡിയോ വണ്ടിയാണ്. എത്ര ഓടിക്കണേ? ഇത് 1,30,000 ഓടിക്കണേ. നിലവിൽ ഓടിക്കണോ? സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ള സർവീസ് ഉള്ള വണ്ടിയാണ്. കമ്പനി വണ്ടിയാണ്. ഫുള്ള് ഷോറൂം സർവീസ്. ഓ, സീറ്റ് കാര്യങ്ങള് ഇന്റീരിയർ കാര്യങ്ങളൊക്കെ ഉഷാറാണ് അല്ലേ. എല്ലാം കൊണ്ട് ഉഷാറല്ലേ. നമ്മളിന്ന് കേക്ക് കുട്ടപ്പനാക്കി വണ്ടികൾ കൊടുക്കൂല, പോളിഷ് ഒക്കെ ചെയ്ത് കൊടുക്കും, ചൊറുക്കാക്കി വണ്ടി കൊടുക്കുള്ളൂ. അപ്പൊ എടുക്കുന്നൊക്കെ പണികള് കാര്യങ്ങളൊന്നുമില്ല. നമ്മള് ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കുന്നുണ്ട്? ഇത് നമ്മള് 5,90,000 ചോദിക്കുന്നുണ്ട്. 5,90,000 ബ്രസ് കൊടുക്കും. അതും ഡാൽട്ടോൺ ചെയ്ത വണ്ടി കുറച്ചും കൊടുക്കാം. ലോൺ കയറുമോ? ലോണൊക്കെ കയറും. മാക്സിമം ലോണും കയറും. ചെയ്ത് കൊടുക്കാം. എന്നാലും 10,000 മുടക്കില് പ്രസ് ഇറക്കാം. അത് നമ്മൾ പറഞ്ഞില്ല. ആൾക്കാർ പറ്റില്ല. എറണാകുളം രജിസ്ട്രേഷൻ ഉണ്ടല്ലേ. വരുന്നവർക്ക് തെറ്റി പോകേണ്ട ആവശ്യം വരില്ല. ഗ്യാരണ്ടി കൊടുക്കൂലേ. അതാണ്. അടുത്ത വണ്ടി ടയോട്ടന്റെ ഒരു സഡാ വണ്ടി ഇറ്റിയോസ്. 2012-13 രജിസ്റ്റർ നമ്പർ ആയ കേരള നമ്പർ വണ്ടി. 11-12 രജിസ്ട്രേഷൻ ഉണ്ട്. 12-13 രജിസ്ട്രേഷൻ ഉണ്ട്. ഏത് ഓപ്ഷൻ വരുന്നാല്? GD SP ഉണ്ടോ? GD മാത്രമേ ഉള്ളൂ. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. എത്ര ഓടിക്കണെന്നാല്? ഓട്ടോ 1.5 സെക്കൻഡ് ഓണർഷിപ്പ്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കണോ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. എന്നാ റീപ്ലേസ് ഉണ്ടോ? മെയിൻ ക്ലാസ് മാറിക്കണോ. വേറെ മേജർ കാര്യങ്ങള് ഒരു പരിപാടിയില്ല. നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കും. ആൾക്കാരെ പറ്റല്ലേ. തെറ്റി പോകേണ്ട പരിപാടി ഉണ്ടാവില്ല. അത് നമ്മൾ ഗ്യാരണ്ടി ആണല്ലേ. എന്നാ അങ്ങനൊക്കെയാണ് ഈ 12-13 രജിസ്ട്രേഷൻ ഉള്ള ഇത്യോസിന് എത്ര നമ്മൾ ചോദിക്കുന്നുണ്ട്? 2,80,000 ചോദിക്കുന്നുണ്ട്. നെഗോഷ്യബിൾ ആണ്, കുറച്ച് കൊടുക്കാം. 2,80,000 വണ്ടി കൊടുക്കും, കുറച്ച് കൊടുക്കുക ചെയ്യും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ആൾക്കാർ വന്നോട്ടല്ലേ. അതാണ്. അതേമാതിരി ഡസ്റ്ററാണല്ലോ. ഡസ്റ്റർ 2014 തേർഡ് ഓണർഷിപ്പ് ആണ്. 14 മോളില് തേർഡ് ഓണർഷിപ്പ് ഉള്ള ഡസ്റ്ററാണല്ലേ. തിരുവനന്തപുരം രജിസ്ട്രേഷൻ ഉണ്ടല്ലേ. 1,30,000 ഓടിയത് നിലവിൽ ഓടിക്കണു. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ഒരു പരിപാടി ഇല്ല. ധൈര്യമായിട്ട് പറയാം, പറഞ്ഞു കൊടുക്കാം. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ. റീപ്ലേസ് ചെയ്യാതെ ഗ്യാരണ്ടി ആണല്ലേ. അതാണ്. സീറ്റ് കാര്യങ്ങളൊക്കെ നോക്കണം. അതും ഉഷാറാണല്ലേ. ഒക്കെ ഉഷാറൊക്കെ ചെയ്തുകൊള്ളല്ലേ. എടുക്കുന്നവർക്കൊന്നും പ്രത്യേകിച്ച് പണികളൊന്നും ഇല്ല. മേജർ ആക്സിഡന്റും ഫ്ലോട്ട് എന്തായാലും ഗ്യാരണ്ടി ആണല്ലോ. ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. അതാറുണ്ട്. എന്നാ അങ്ങനൊക്കെ ആണെങ്കിൽ എത്ര നമ്മളെ ഡസ്റ്റർ നമ്മൾ ചോദിക്കുന്നുണ്ട്? 3,40,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3,40,000 അതിൽ കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോണും ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ചെയ്ത് കൊടുക്കാം. കുറച്ചും കൊടുക്കാം. മാക്സിമം ലോൺ ഒരു 50,000 മുടക്കില് 40,000 മുടക്കില് ഡസ്റ്റർ ഇറക്കാം. ഇതൊക്കെ 20 വില മൈലേജ് കിട്ടുമോ? 18 മൈലേജ്. ഇതേതോ ഓപ്ഷൻ RX-Z ആണല്ലേ. മാക്സിമം ലോൺ കയറും അല്ലേ. മാക്സിമം ലോൺ ചെയ്ത് അത് 18 ലെവല് മൈലേജ് കിട്ടും. ഇതൊരു 20-24 ലെവലില് മൈലേജ് കിട്ടും. വ്യത്യാസമില്ലേ. ഒക്കെ മൈലേജിലുണ്ടല്ലേ. അടുത്ത വണ്ടിയല്ല അടിപൊളി Audi Q5 ആണ്. അൾട്ടോണൂറിന്റെ കായ്ക്കുമ്പോൾ കൊടുക്കും അല്ലേ. അൾട്ടോണൂറ് സ്വിഫ്റ്റ് എന്നൊക്കെ പറയാലോ അല്ലേ. ചെറിയ കായ്ക്ക് എങ്ങനെ മോഡലായിരുന്നാല്? 2011-12 രജിസ്റ്റർ കേരള വണ്ടി. 11 മോഡല് 12 രജിസ്ട്രേഷൻ ഉള്ള Q5 ആണ്. ഒറിജിനൽ കേരള വണ്ടിയാണ് അല്ലേ. KL 50 ആണ് അല്ലേ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി. സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിലുള്ളൂ. ഇത് ഫുൾ ഓപ്ഷനാ? ടെക്നോളജി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ടെക്നോളജി ഉള്ള വണ്ടിയാണ് അല്ലേ. നല്ല വൃത്തിലുണ്ട് അല്ലേ. ഒറിജിനൽ കേരള വണ്ടിയാണ്. ഓട്ടത്തിൽ പറയാൻ പറ്റുമോ? 1,30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പിന്നെ ഓട്ടോമാറ്റിക് ആണ്. ഡീസൽ ഓട്ടോമാറ്റിക്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ടോ? എല്ലാ പരിപാടി ഉണ്ട്. അത് നമ്മൾ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ. എടുക്കുന്നവർക്ക് ഒരു പേടിയും പേടിച്ചണ്ട. എണ്ണ അടിച്ചാ ഓടുക. അത് മാത്രം മതില. അത്രയും ഗ്യാരണ്ടി കൊടുക്കാം. ഇതിന്റെ വിലയാണ് ഹൈലൈറ്റില്ല. വില നമുക്ക് 7 ലക്ഷം റുപ്യ കൊടുക്കാം. 7 ലക്ഷം റുപ്യക്ക് Audi Q5 ഒറിജിനൽ കേരള വണ്ടിയാണ് കൊടുക്കുക. അതും 11-12 രജിസ്ട്രേഷൻ വണ്ടി. റീപ്ലേസ് കാര്യങ്ങള് മേജർ ആക്സിഡന്റ് ഒരു പരിപാടി ചെയ്തിട്ടില്ല. ഫുൾ ഗ്യാരണ്ടി കൊടുക്കും.
7 ലക്ഷം റുപ്യക്ക്. ഇപ്പൊ ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ കയറും. ചിലപ്പോ ഒരു 1 ലക്ഷം ആയതുകൊണ്ട് കുറച്ച് മുടക്ക് കൂടുതൽ വേണ്ടി വരും. അങ്ങനെ ഉണ്ടല്ലോ അല്ലേ? കസ്റ്റമർ പറ്റില്ല ഓരോ പ്രൊഫൈലോ മാക്സിമം ചെയ്ത് കൊടുക്കാല്ലേ? ഇനിയിപ്പോ NOC ഒക്കെ ആണെങ്കിലോ? NOC ചെയ്ത് കൊടുക്കുക. അത് നമ്മൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കുമല്ലോ അല്ലേ? ആൾക്കാർ പറ്റുക ഡീസലിന് എത്ര മൈലേജ് കിട്ടും? ഇത് 15-16 മൈലേജ്. ഡീസലിന് മൈലേജും കിട്ടും. അത് ഓട്ടോമാറ്റിക് ആയോണ്ടല്ലേ? ഓക്കെ. എന്നാ അതേമാതിരി തന്നെ ഹോണ്ട അമേസ് ഉണ്ടല്ലോ. അമേസ് ഡീസൽ മാനുവല് 2018 മോഡൽ. 18 മോഡലാണ്. 2001 നമ്പർ അല്ലേ? ഡീസൽ മാനുവൽ ആണല്ലേ? ഡീസൽ മാനുവൽ. മൈലേജിന്റെ രാജാവില്ല. പെരും മൈലേജ് ആകല്ലേ? ഇതത് ഓപ്ഷൻ വരുന്നല്ലേ? ഓപ്ഷന് E+. ഫുൾ ഓപ്ഷൻ വണ്ടിയാ? അലവിൽ ചെയ്താണല്ലേ? അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? എത്ര ഓടിക്കുന്ന പറഞ്ഞ? 1,20,000 സെക്കൻഡ് ഓണർഷിപ്പ്. കിലോമീറ്റർ ഓടിക്കുന്നുണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള നല്ല വൃത്തിലുണ്ടല്ലേ? കൂളിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ടയർ കാര്യം അതുണ്ട്. അലവില് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തോണ്ടില്ല. എടുക്കുന്നവർക്ക് പണികള് കാര്യങ്ങളെ ഒരു പരിപാടി ഒന്നുമില്ല. ഡീസലായിട്ട് പെരും മൈലേജ് ആകണം അല്ലേ? ഹോണ്ടന്റെ വണ്ടി കംപ്ലൈന്റ് കുറവേക്കല്ലേ? കംപ്ലൈന്റ് കുറവ്. ഞാൻ എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കണ്ടേ? നമ്മള് 5,90,000 ചോദിക്കുന്നുണ്ട്. 5,90,000 കുറച്ച് കൊടുക്കും. ഇത് ലോണൊക്കെ ആണെങ്കിലോ? ലോണൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം അല്ലേ? എത്ര മോഡലാണ്? 2018 മോഡൽ. 18 മോഡലാണ്. 5,90 നമ്മൾ വണ്ടി കൊടുക്കുന്ന ഡീസലാണ്, മാനുവലാണ്, നല്ല മൈലേജിലുണ്ട്. കമ്പനി സർവീസ് ഒക്കെ ഉണ്ടല്ലേ? ഒരു 10,000 മുടക്കിൽ വണ്ടി എടുക്കാം അല്ലേ? ആൾക്കാർ പറ്റില്ല മാക്സിമം ചെയ്ത് കൊടുക്കാം. പ്രൊഫൈലും മെയിനായിട്ട് വന്നില്ല. ചെറിയ വിലക്ക് നല്ല അടിപൊളി മൈലേജിലുള്ള വണ്ടി അല്ലേ? അടുത്ത വണ്ടി ബ്രസല റെഡ് ആൻഡ് ബ്ലാക്ക് അല്ലേ? 2016 മോഡല് ZDI+. 16 മോഡലാണ്. ZDI+ ആണല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടി അല്ലേ? ഒറിജിനൽ കേരള. വൃത്തിലുണ്ടല്ലേ? സ്റ്റിക്കർ വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു. കമ്പനി വരുന്ന ZDI+. ഫുൾ ഓപ്ഷൻ തന്നെയാണ് അല്ലേ? എല്ലാം കമ്പനി വരും അല്ലേ? ഇത് എത്ര ഓടിയിരുന്നാല്? 80,000. 80 ആ കൊടിയിട്ടുള്ളൂ അല്ലേ? ഹിസ്റ്റർ ഉണ്ടോ? ഫുള്ള് കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണല്ലേ? സീറ്റ് കാര്യങ്ങള് ഒക്കെ അഡീഷണൽ ചെയ്തു. എല്ലാം കൂടെ ഉഷാറാണല്ലേ? വണ്ടിയാണ് ചൊറുക്കാക്കി വണ്ടി. ഓണർഷിപ്പ് എത്രയാണല്ലേ? 3rd നിലവിലുള്ളത്. എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് ഇല്ല. അങ്ങനത്തെ മാഞ്ഞാമതി മഞ്ഞ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാലോ അല്ലേ? ടയറ് കാര്യങ്ങൾ അതുണ്ട്. എല്ലാം കൊണ്ട് ഉഷാറല്ലേ? അങ്ങനെയാണ് എത്ര വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്നുണ്ട്? 6,90,000 നമ്മൾ ചോദിക്കുന്നത്. 6,90,000. എത്ര മോഡലാണ്? 16 മോഡൽ 6,90,000 റുപ്യ ZDI+ വണ്ടിയാണ് കൊടുക്കുക. കുറച്ചും കൊടുക്കാം അല്ലേ? ലോണൊക്കെ എത്ര കയറും? ചെയ്ത് കൊടുക്കാം. ഒരു 10,000 റുപ്യ ഇറങ്ങോ? നോക്കാം നമുക്കല്ലേ? പ്രൊഫൈൽ ഉഷാറാണ്. ഒരു 50,000 ചിലപ്പോ ഫുൾ ഓൺ തന്നെ കയറും. പ്രൊഫൈലും നാളാം. ഇത് ഡീസലാകുമ്പോൾ എത്ര മൈലേജ് കിട്ടും? ഡീസല് 15+ എന്തായാലും കിട്ടും. 15, 16, 18, 20 ഉള്ളിൽ വരെ മൈലേജ് കിട്ടില്ലേ? ഡിപ്പെൻസ് ഓൺ കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ചാണല്ലേ? ഓക്കെ. അതേമാതിരി തന്നെ ഇത്യോസാണല്ലോ. ലിവ കേരള നമ്പറായ ലിവ ആണല്ലേ? അതും സിൽവർ കളറാണ്. എങ്ങനെ മോഡലുണ്ട്? 2014 VD. 14 മോഡല് VD ആണല്ലേ? കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ 150 ഓടിയിട്ടുണ്ട്. 1.5 ലക്ഷം കിലോമീറ്റർ ഓടിക്കുള്ളൂ. അത് നമ്മള് ഹിസ്റ്ററി ഉണ്ടോ? നമുക്ക് എടുത്തു കൊടുക്കാം. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടില്ല? KL 65 ആണല്ലേ? എന്നാ റീപ്ലേസ് ഉണ്ടോ? റീപ്ലേസ് മെയിൻ ഗ്ലാസ് മാറിക്കണോ? വേറെ മേജർ കാര്യങ്ങള് ഒരു പരിപാടി ഇല്ലല്ലേ? നല്ല വൃത്തിലുണ്ടല്ലേ? AC പവർ സ്റ്റാരിങ്, 4 ഡോർ വിൻഡോ, എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ? അത്യാവശ്യം വൃത്തിണ്ടല്ലോ അല്ലേ? വൃത്തിയിലുണ്ട്. റീപ്ലേസ് മേജർ ആക്സിഡന്റ് ഒരു പരിപാടി ഇല്ല. അത് നമ്മള് ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം. ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ? അങ്ങനെ കാണുക എത്ര നമ്മളെ ഈ ലിവക്ക് നമ്മള് ചോദിക്കുന്നുണ്ട്? 3,90,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. 3,90,000. അതിൽ കുറച്ച് കൊടുക്കും. ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് ചെയ്ത് കൊടുക്കാം. ബാങ്ക് ഒക്കെ ചെയ്ത് മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം. ചെറിയ മുടക്കിലും അല്ലെങ്കിൽ ഫുൾ ലോൺ കയറും. ചിലം ഫുൾ ലോൺ പ്രയാസമല്ലേ? ടയോട്ടന്റെ വണ്ടി അങ്ങനെ ഉണ്ട്. ഒരു 10,000, 70,000 മുടക്കിൽ വണ്ടി ഇറക്കാം. പ്രൊഫൈലിനനുസരിച്ച് നമുക്ക് ചെയ്ത് മാക്സിമം ചെയ്ത് കൊടുക്കാം. ആൾക്കാർ പറ്റില്ലേ? ഡീസലാകുമ്പോൾ മൈലേജ് കിട്ടുന്നാല് 20 എന്തായാലും മൈലേജും കിട്ടും. കേരള ആളിന്റെ ഡെലിവറി കൊടുക്കും. കൊടുക്കാം അല്ലേ? എങ്ങോട്ടും കൊടുക്കും. പഠിച്ചോണ്ട് തിന്നാലും എവിടെയും കൊടുക്കും. അതാറുണ്ട്. എന്നാ അതേമാതിരി തന്നെ ഒരു ബെൻസ് ആണല്ലോ. ബെൻസ് 2013. ഏതാ വണ്ടിയില? A180 ബെൻസണി കിടക്കണ പോലെ അല്ലേ? ഇത് ഒറിജിനൽ കേരള വണ്ടിയാ? അല്ല, റീ നമ്പർ KL 65 തിരുവരങ്ങാടി ആണല്ലേ? ചെറിയ ഫിറ്റിംഗ്സ് കാര്യങ്ങൾ മോഡിഫിക്കേഷൻ ചെയ്ത് വണ്ടില്ലേ? AMG കിറ്റ് ചെയ്തത്. സ്കാറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. AMG കിറ്റോ? എത്ര ഓടിക്കണെന്നാല്? ഇത് 90,000 കിലോമീറ്റർ ഓടിക്കണു. ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉണ്ടോ? ഹിസ്റ്ററി സർവീസ് ഒക്കെ ഉണ്ട്. എല്ലാം കൊണ്ട് ഉഷാറാണല്ലേ? വരുന്നവർക്ക് പണികളൊന്നും ഓർക്കണ്ട.
ഇല്ല ഇല്ല. ഓണർഷിപ്പ് എത്ര ആയിക്കണോ? ഓണർഷിപ്പ് 4th നിലവിലുള്ള അല്ലേ? ഓട്ടോമാറ്റിക് ഡീസൽ അല്ല? ഡീസൽ ഓട്ടോമാറ്റിക്. നല്ല വൃത്തിയുള്ള വണ്ടി. വിമാനത്തിന്റെ മാതിരി സ്വിച്ച് കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടി അല്ലേ? എന്നാ അങ്ങനെ കാണി എത്രയാണ് ഈ ബെൻസ് A180 നമ്മൾ ചോദിക്കണ്ടേ? 9 ലക്ഷം. 9 ലക്ഷം റുപ്യക്ക് എത്ര മോഡല്? 2013 മോഡൽ. 13 മോഡല് 9 ലക്ഷം റുപ്യക്ക് ബെൻസിന് കൊടുക്കാം A180. ഞാൻ ആൾക്കാർ വരികയാണെങ്കിൽ കുറച്ചും കൊടുക്കും. കുറച്ചും കൊടുക്കാം. ലോണൊക്കെ എത്ര കയറിപ്പോ? ലോൺ നമുക്ക് ഒരു 5-6 ലക്ഷം വരെയൊക്കെ ലോൺ കയറ്റി കൊടുക്കും. എന്തായാലും 2-3 ലക്ഷം മുടക്കിൽ വണ്ടി എടുക്കാം അല്ലേ? കേരള നമ്പറായ വണ്ടിയാണ്. വേറെ മേജർ കാര്യങ്ങൾ റീപ്ലേസ് ഇല്ലാത്ത വണ്ടി. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടും? 15+ കിട്ടും. 15+ മൈലേജ് ഉണ്ട്. ധൈര്യം പറഞ്ഞു ചെയ്യാം. ആൾക്കാർ പറ്റല്ലേ? പിന്നെ പോലെ ഓടിക്കട്ടെ. അതിനനുസരിച്ച് പിന്നെ ചൊറുക്കിലാണ് കായില്ലേ? അതാണ്. എന്നാ അതേമാതിരി തന്നെ വീണ്ടും മനസ്സിലാണല്ലോ. അത് B200. B200 ഒരു XUV ആണല്ലേ? PY പോണ്ടിച്ചേരി ആണല്ലേ? പോണ്ടിച്ചേരി രജിസ്റ്ററാണ്. അതെ. 2015 മോഡലാണ്. 15 മോഡല് പോണ്ടിച്ചേരി രജിസ്ട്രേഷൻ ഉള്ള ബെൻസ് ആണല്ലേ? B200 ആണ്. ഫുൾ ഓപ്ഷൻ വണ്ടി അല്ലേ? ഫുൾ ഓപ്ഷൻ. എത്ര ഓടിക്കണെന്നാല്? 1,15,000 ഓടിക്കുന്ന സെക്കൻഡ് ഓണർ. സെക്കൻഡ് ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത്. ഏതാ വണ്ടി? റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല. ഒരു പരിപാടില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? കമ്പനി സർവീസ് കാര്യങ്ങളൊക്കെ ഉണ്ടോ? കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാ വണ്ടി ഷോറൂമിൽ നടക്കുന്ന അതേ കണ്ടീഷനിൽ വണ്ടികൾ കൊടുക്കാം അല്ലേ? ഒരു XUV ആയിട്ട് അങ്ങനെ ഉപയോഗിക്കും ചെയ്യാലേ? ഇത് മെയിൻ്റെനൻസ് കുറവല്ല മെയിൻ്റെനൻസ് കുറവാകും അല്ലേ? അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ ബെൻസിന് നമ്മള് B200 ചോദിക്കണ്ടേ? നമ്മൾ 9,90,000 ചോദിക്കുന്നുണ്ട്. കുറച്ച് കൊടുക്കാം. 9,90,000. 9,90,000 കുറച്ച് കൊടുക്കും. ഇനി ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് പോണ്ടിച്ചേരി അഡ്രസ്സിൽ തന്നെ ചെയ്ത് കൊടുക്കാം. പോണ്ടിച്ചേരി അങ്ങനെ ചെയ്ത് കൊടുക്കാം. നമ്പർ ആക്കണമെങ്കിൽ നമ്പർ ആക്കാനുള്ള ചെയ്ത് കൊടുക്കാം. അത് വേറെ ഉണ്ടല്ലോ അല്ലേ? എങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കും? വന്നാൽ മാത്രം മതില്ല. എടുക്കുന്നവർക്ക് വേറെ പണി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഫുൾ ഗ്യാരണ്ടിയിൽ നമ്മൾ വണ്ടി കൊടുക്കൂല. ഇതിപ്പോ ഇത് പെട്രോൾ ഡീസൽ എത്ര മൈലേജ് കിട്ടും? മൈലേജ് 15+ മൈലേജ് ഉണ്ടല്ലോ അല്ലേ? ഓക്കെ. അടുത്ത വണ്ടി ടയോട്ടന്റെ കൊറോള അൾട്ടീസിലെ നല്ല വൃത്തിലുണ്ടല്ലേ? 2018 മോഡല്. 18 മോഡല് അൾട്ടീസ് ആണ്. കർണാടക ആണല്ലേ? കേരള നമ്പർ ആക്കിയിട്ടും കൊടുക്കും. ഇനിയിപ്പോ അങ്ങനെയാണ് NOC അങ്ങനെ കൊടുക്കാം. എങ്ങനെ കൊടുക്കാറ്റ് വേണ്ടില്ല. എത്ര മോഡലുണ്ട്? 2018. 18 മോഡൽ. ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ J+. ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ. അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? 3076 നമ്പർ ഉണ്ടല്ലേ? എത്ര ഓടിക്കണെന്നാല്? 1,70,000 ഓടിക്കണേ. ഫുൾ കമ്പനി സർവീസ് ഉണ്ട്. 1 ഓടിക്കുന്നുണ്ട്. ഹിസ്റ്ററി ഉണ്ട് അപ്പൊ? ഫുള്ള് കമ്പനി സർവീസ്. ഓണർഷിപ്പ് എത്ര? സെക്കൻഡ് ഓണർഷിപ്പ് നിലവിലുള്ളേ? റീപ്ലേസ് എന്നാല്? മെയിൻ ക്ലാസ് ഇപ്പൊ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമില്ല. മെയിൻ ക്ലാസ് മാത്രം മാറിയിട്ടുള്ളൂ. വേറെ ആക്സിഡന്റ് കാര്യങ്ങള് ഒരു പരിപാടി ഇല്ല. ഒന്നുമില്ല. ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം അല്ലേ? ഫുൾ പക്കാവൊക്കെ വണ്ടിയില്ല? പക്ക വണ്ടി. എടുക്കുന്നവർക്ക് പണികളൊന്നുമില്ല. ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ എത്ര ആൾട്ടീസ് നമ്മൾ ചോദിക്കണ്ടേ? നമ്മള് 8,20,000 ചോദിക്കുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ കുറച്ച് കൊടുക്കാം. 18 മോഡൽ അൾട്ടീസ് 8,20,000 കൊടുക്കും. അതും കേരള നമ്പർ ആക്കാതല്ലേ? NOC നമ്മൾ ചോദിക്കണ്ടേ? ഇനി കേരള നമ്പർ ആക്കിയിട്ട് അങ്ങനെ കൊടുക്കൂലേ? അങ്ങനെയും കൊടുക്കാം. ഇനിയിപ്പോ ലോണൊക്കെ ആണെങ്കിലോ? ലോൺ നമുക്ക് ഇങ്ങനെ കർണാടക രജിസ്റ്ററിലും ചെയ്ത് കൊടുക്കാം. അങ്ങനെ രണ്ടും ചെയ്ത് കൊടുക്കാം. കർണാടക അങ്ങനെയും ലോൺ ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോ കേരള നമ്പർ ആക്കിയിട്ടാണ് അങ്ങനെ ചെയ്ത് കൊടുക്കുക. ലോൺ നമ്മൾ അങ്ങനെ ചെയ്ത് കൊടുക്കും. ആൾക്കാർ വന്നോട്ടല്ലേ? 20 മേലെ എന്തായാലും മൈലേജ് കിട്ടൂലേ? ധൈര്യമായിട്ട് പറഞ്ഞു ചെയ്യാലോ അല്ലേ? അതേമാതിരി തന്നെ വീണ്ടും ബെൻസാണല്ലോ. ബെൻസ് GLA 200 ആണല്ലേ? 2015 മോഡല്. 15 മോഡലാണ്. UP ആണല്ലേ? UP രജിസ്റ്ററാണ്. നമ്പർ ആക്കിയിട്ട് NOC നിലവിലുള്ള അല്ലേ? സിംഗിൾ ഓണർഷിപ്പിലാണ് ഇപ്പൊ വണ്ടിയുള്ളത്. സിംഗിൾ ഓണർഷിപ്പ് നിലവിലുള്ള. എത്ര ഓടിക്കണെന്നാല്? 1,10,000 ഓടി നിലവിൽ ഓടിക്കണോ? സിംഗിൾ ഓണർഷിപ്പില്ലേ? സർവീസ് കാര്യങ്ങളൊക്കെ ഷോറൂം ഉണ്ട്. ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹിസ്റ്ററി ഒക്കെ ഉള്ളുണ്ട്. എല്ലാം ഉള്ളതുണ്ടല്ലേ? ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം വൃത്തിലുണ്ടല്ലേ? ക്വാളിറ്റിയിലാണ്. ഡീസൽ ഓട്ടോമാറ്റിക് ആണ്. അങ്ങനൊക്കെ ആണെങ്കിൽ എത്രയാണ് ഈ GLA നമ്മൾ ചോദിക്കുന്നത്? 10,90,000 നമ്മൾ ചോദിക്കുന്നുണ്ട്. 10,90,000 GLA കൊടുക്കും. അതും NOC ല്ലേ? ഇനി ലോണ് പരിപാടിയൊക്കെ നടക്കുമോ? ലോണൊക്കെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അതന്നെ ഈ NOC തന്നെ കൊടുക്കുമോ? എങ്ങനെയും ചെയ്ത് കൊടുക്കാം. NOC അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഇനി കേരള നമ്പർ ആക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം അല്ലേ? കേരള നമ്പർ ആക്കുമ്പോ എത്ര ഏകദേശം എക്സ്പെൻസ് വരുന്നുണ്ടാവും അല്ലേ? 3 ലക്ഷത്തോളം വരും. 3 ലക്ഷം പോലെ എക്സ്പെൻസ് വരുന്നുണ്ടല്ലോ അല്ലേ? മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല. ഹിസ്റ്ററിലുണ്ടല്ലേ? അതും സിംഗിൾ ഓണർഷിപ്പ് ആണ്.
10,90 ആസ്കിങ്. 10,90 ചോദിക്കുന്നുണ്ട്. കുറച്ചും കൊടുക്കുക, മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കും. ഇത് ഡീസൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് 11 കിട്ടും? 15 ലെവലില് മൈലേജ് കിട്ടുന്നതായിട്ട് പറഞ്ഞു ചെയ്യാലേ. അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ചെറുപിള്ളേർക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മളെ ചാനലിലേക്ക് കടഞ്ഞ് മറക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കടന്റെ ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും. ഫേസ്ബുക്കിലാണ് ഈ പേജ് പോലെ മറക്കണം. പഠിത്തല അടിപൊളി വീഡിയോ വീണ്ടും കാണാം.